മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പാകത്തിന് കുറച്ച് സിനിമകൾ നമ്മുടെ തിയേറ്ററിൽ അതിഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒന്ന് വിപുലമായി ഒന്ന് സംസാരിക്കാൻ പോവുകയാണ്, പ്രത്യേകിച്ച് ദാവീദിനെ കുറിച്ച്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തെറ്റ് ചെയ്യുന്നവരെ രണ്ട് ഇടി കൊടുക്കാനൊക്കെ സാധാരണക്കാർക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഇടി കൊടുക്കുന്ന നല്ല ഇടി ഇഷ്ടമുള്ളവർക്ക് ആസ്വദിക്കാൻ ഇതൊന്നും ജീവിതത്തിൽ ചെയ്യാനല്ല, സിനിമയിൽ കാണാനാണ്. അപ്പോൾ അങ്ങനെ ദാവീദ് എന്ന ഒരു ഇടിക്കാരൻ്റെ സിനിമ എത്തിയിരുന്നു. അതിൽ ആൻ്റണി വർഗീസ് പെപ്പയാണ് ദാവീദായിട്ട് അഭിനയിച്ചത്. ഒപ്പം തന്നെ ഗോവിന്ദ് വിഷ്ണു എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്കൊപ്പം. ഞാൻ നിങ്ങളെ രണ്ടുപേരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇരുവർക്കും സ്വാഗതം. ആൻ്റണി വർഗീസ് പെപ്പെ ഒപ്പം ഗോവിന്ദ് വിഷ്ണു. നമുക്ക് ആദ്യം നായകനോട് ചോദിക്കണം, സംവിധായകനോട് ചോദിക്കണമെന്നാണ്. നായകനോട് ചോദിക്കാം അല്ലേ സംവിധായക? ആൻ്റണി, എങ്ങനെയുണ്ട് ഇടിപ്പടം വന്ന് പ്രതികരണങ്ങളൊക്കെ? ശരി, അതിനകത്തൊരു ചെറിയൊരു തിരുത്തുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് എന്ന് പറഞ്ഞ ഒരു പക്ക ഒരു ഇടിപ്പടം അല്ല, അല്ലെങ്കിൽ ഒരു പക്ക ഒരു വയലൻസ് മൂവി അല്ല, അല്ലെങ്കിൽ ഒരു റിവെഞ്ച് മൂവി അല്ല. ഇത് നമുക്ക് സിനിമ കാണുമ്പോഴേ അറിയാം തുടക്കത്തില് ആഷിക്ക് എന്താണ് ഇങ്ങനെ എന്ന് പറയുന്നത് ഒരു തെറ്റ്. അതെ, ആഷിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊരു വികാരം തുടക്കത്തിൽ സിനിമ കാണുമ്പോൾ നമുക്കില്ല. കാരണം ഞങ്ങൾക്കറിയാം എന്തായിരിക്കും പുറകെ വരുന്നത്. ഞങ്ങൾ കാത്തിരുന്നതും അതാണ്. തിയേറ്ററിൽ അത് വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും, അതായത് ഫാമിലി ഓഡിയൻസിനും യൂത്തിനൊക്കെ കാണാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്. ഇപ്പോൾ തിയേറ്ററിൽ നല്ല 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 റെസ്പോൺസ് ഉണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരി, ഇനി സംവിധായകനോട് അല്ലേ പൂജ. ഗോവിന്ദ്, എങ്ങനെയാണ്? ആദ്യ സിനിമയാണ്. ആൻ്റണി വർഗീസിനെ കുറേ കാലം ഈ സിനിമയ്ക്ക് വേണ്ടി ഒന്ന് പരിവപ്പെടുത്തിയെടുത്താണ് അല്ലേ? 6 പാക്ക് ഒക്കെ ആയി. ഒരു പ്രൊഫഷണൽ ബോക്സറിൻ്റെ ലൈസൻസും ഇതിനിടയിൽ തരപ്പെടുത്തി. അങ്ങനെ ഒരു നായകനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും? നമ്മൾ ഈ രാജമൗലിനെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം പാസ്പോർട്ട് വാങ്ങി വെച്ചാൽ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഇറക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ ആൻ്റണീനെ അങ്ങ് വാങ്ങി വെച്ച് കുറച്ച് നാൾ സ്വന്തം കൂട്ടിലിട്ടേക്കുമായിരുന്നു. എങ്ങനെയാണ് സിനിമ പുറത്തിറങ്ങിയപ്പോൾ സംവിധാനം കിട്ടുന്ന ഒരു സംതൃപ്തി? സിനിമ പുറത്തിറങ്ങിയപ്പോൾ സംവിധായകൻ എന്ന നിലയിൽ പൂർണ്ണ സംതൃപ്തിയാണ്. കാരണം കഴിഞ്ഞ 8 വർഷത്തെ ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് ഈ 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഞങ്ങളുടെ എൻ്റെ ആൻ്റണിയുടെയൊക്കെ ഒരു 2 വർഷത്തെ തന്നെ ഒരു കഷ്ടപ്പാടാണ് ദാവീദ്. അപ്പോൾ ആ ദാവീദ് ഞങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ തിയേറ്റർ വിസിറ്റിനായിട്ട് കോഴിക്കോട് പല തിയേറ്ററുകളിലും പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഓരോരുത്തരും ഇപ്പം 800 സീറ്റുള്ള കൈരളിയൊക്കെ നിറഞ്ഞിട്ട് അവർ ഭയങ്കര സംതൃപ്തരായിട്ടാണ് ഇറങ്ങുന്നത്. ഇപ്പം ഞാനിങ്ങനെ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, 800 പേരും ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. ഈ 800 പേര് പറഞ്ഞ് 8000 പേരിലേക്ക് എത്തും, അവർ സിനിമയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഹൗസ്ഫുൾ തിയേറ്ററിലൊക്കെ പോയിരുന്നാണ് സിനിമ കണ്ട് വളർന്നത്. അപ്പം എൻ്റെ സിനിമ ആളുകൾ കൈയടിച്ച് ഭയങ്കര ആവേശത്തോടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ശരിക്കും തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട്, അതൊരു വലിയ തിയേറ്ററാണ്, ഹൗസ്ഫുള്ളായിട്ട് പടം ഓടിയപ്പോൾ ഭയങ്കര അവരോടൊപ്പം ഇരുന്ന് കാണാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഓഡിയന് വേണ്ടിയിട്ടുണ്ട്, വളരെ സാധാരണക്കാരനായ ഓഡിയന് വേണ്ടിയിട്ടും സാധാരണക്കാരൻ്റെ ഇമോഷൻസും ഫാമിലി ഇമോഷൻസുമാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അത് അവർക്ക് കണക്റ്റായി എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ സിനിമ റിലീസായ അന്ന് തന്നെ എറണാകുളത്ത് കവിതാ തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ കവിതാ തിയേറ്ററിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഹൗസ്ഫുള്ളാവുന്നത് വിജയുടെ ഗോട്ട് സിനിമ റിലീസായ ദിവസമാണ് കവിതാ തിയേറ്റർ ഹൗസ്ഫുള്ളാവുന്നത്, സെപ്റ്റംബർ 5. അപ്പോൾ അതിൽ ആ ഹൗസ്ഫുള്ളാക്കിയതിൽ 2 ടിക്കറ്റ് ഞാനും എൻ്റെ ക്യാമറാമാനും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത സിനിമ അവിടെ അതിനുശേഷം ഹൗസ്ഫുള്ളായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ഷനിലുപരി ഫാമിലി വാല്യൂസിനും ഫാമിലി ഇമോഷൻസിനുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു അച്ഛൻ മകൾ റിലേഷൻഷിപ്പാണ് സിനിമയിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പെൺമക്കളുള്ള അച്ഛന്മാർ വന്ന പടം അവർക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും. എന്നാൽ മകളുടെ ഹീറോ ആണ് അച്ഛൻ. ആ ഹീറോ മകൾ ആഗ്രഹിച്ചതുപോലെ അച്ഛൻ എങ്ങനെയാകുന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇതൊരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഈ പടത്തിൽ ഫൈറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ഫാമിലി ഫിലിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, സ്ത്രീകൾ ഒരു ഇടിപ്പടമായതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന്. തിയേറ്ററുകാരും അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു. പക്ഷേ ഇത് സ്ത്രീകൾക്ക് കാണാൻ പറ്റുന്ന ഫാമിലി വാല്യൂസുള്ള ഒരു ആക്ഷൻ ഫിലിമാണ്. അല്ല ആൻ്റണി, ഇപ്പം എനിക്ക് ഗോവിന്ദ് പറഞ്ഞതിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ ഒരു പോസ്റ്റർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇങ്ങനെയുള്ള പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛന്മാർക്ക് പണി കുറേ കിട്ടുമെന്നാണ്. അപ്പോൾ ആൻ്റണി ആദ്യം പറഞ്ഞ ഇത് ഇടിപ്പടമല്ല. ഞാൻ അത് പറയാൻ കാരണം,
ആൻ്റണി ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ഈ റാഗിങ്ങിൻ്റെയും ഒക്കെ വാർത്തകൾ ഇങ്ങനെ വായിച്ച് തളർന്നിട്ടാണ് സത്യം പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കൊടും ക്രൂരത ചെയ്യുന്നവർക്ക് 2 അടി കൊടുക്കണമെന്ന് ഒരു സാധാരണക്കാരന് തോന്നിപ്പോകും. നമ്മൾ ഈ സിനിമയിൽ കാണുമ്പോൾ നായകൻ 2 അടി കൊടുക്കുമ്പോൾ കണ്ടിരിക്കുന്നവനാണ്, അപ്പം അത് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സംതൃപ്തിയുടെ ഒരു ഫാക്ടർ കൂടി ഉണ്ട് സിനിമയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇടി എന്നതിന് കുറച്ചൊരു കനം കൊടുത്ത് പറഞ്ഞ ആൻ്റണി. അതെന്തായാലും നന്നായി. അല്ല, ആൻ്റണിക്ക് ഈ ആ മക്കളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെൺമക്കളുള്ള അച്ഛന്മാർക്ക് കൂടുതൽ ആസ്വാദ്യകരമായ രീതിയിൽ സിനിമ അവതരിപ്പിക്കുമ്പോൾ ആൻ്റണി നമുക്കറിയാം, നമ്മൾ ആൻ്റണിയുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് കാണുന്നതാണ് അല്ലേ, അങ്കമാലിക്കാരൻ വന്ന് എങ്ങനെയാണ് മലയാള സിനിമയിൽ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു ലൈഫ് സിനിമയിലെ ജേണിയും ഈ ദാവീദിൻ്റെ ജേണിയും തമ്മിൽ എവിടെയെങ്കിലും ഒരു എന്താ ഒരു കമ്പാരിസൺ ഉണ്ടോ? അതായത് ജീവിതത്തിലെ ജേണി ദാവീദിന്റെ ജേണിയാണ് ഉദ്ദേശിച്ചത്, അത് സിനിമയിലെ ജേണിയും ദാവീദിന്റെ ജേണിയാണ്. ദാവീദിന്റെയും ആന്റണിയുടെ ലൈഫ് ഉണ്ടല്ലോ, ആന്റണിയുടെ ലൈഫ് ഇതുവരെ എത്തി നിൽക്കുന്ന സിനിമയിൽ എത്തി നിൽക്കുന്ന അതും ഈ ദാവീദ് എന്ന സിനിമയിലെ ജേണി തമ്മിൽ എന്തെങ്കിലും? അതായത് ഇതിനകത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷിഖ് അബു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതിനകത്തെ ക്യാരക്ടറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പക്കാ മടിയനായിട്ടുള്ള ഒരു സ്വഭാവമാണ്. റിയൽ ലൈഫിലും ഞാൻ അങ്ങനെ ആയിരുന്നു ഈ ദാവീദ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യണേക്കാൾ മുമ്പ്. പക്ഷേ ഈ സിനിമ ചെയ്തതിന് ശേഷം എൻ്റെ മടിയും കാര്യങ്ങളൊക്കെ പോയി ഞാൻ പക്ക വർക്കൗട്ടും പരിപാടിയൊക്കെ ചെയ്യലും. ഞാൻ ഈ പടത്തിൽ ഒരു 23 കിലോ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തു ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൽ, അതായത് സിനിമയിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഈ ദാവീദ് എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് എനിക്ക് സാധിച്ചു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ കുറച്ച് ലൈഫിൽ കുറച്ച് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ പണ്ട് ശരിക്കും ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് ശരീരം ശ്രദ്ധിക്കാതെ നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഈ പടം ചെയ്തതിന് ശേഷം ഇപ്പം അങ്ങനത്തെ ജിമ്മ്, ഡയറ്റ് പരിപാടികളൊക്കെ പക്കയായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ലൈഫിലേക്കും ഒരു നല്ലൊരു പാഠം എനിക്ക് ഈ സിനിമ എനിക്ക് തന്നു. തീർച്ചയായും. ഇപ്പോൾ ഇനി സംവിധായകൻ ഗോവിന്ദ് വിഷ്ണുവിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാം, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. തീർച്ചയായും. അപ്പോൾ എങ്ങനെയാണ് ആന്റണി വർഗീസ് പെപ്പെ, ഇപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പെപ്പെ എന്ന് വിളിക്കാൻ തന്നെയാണ് ആഗ്രഹം, ഞങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാം മനസ്സിൽ അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആന്റണിയുടെ ഒരു സിനിമയിലേക്കുള്ള കടന്നുവരവ് എന്ന് നമുക്ക് ഏറെക്കുറെ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് റഹീമിന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ ശരിക്കും വിഷ്ണുവിന്റെ ആ ഒരു ജേണി കറക്റ്റ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത്, ഈ സംവിധായകൻ ഗോവിന്ദ് വിഷ്ണു എന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചപ്പോൾ എനിക്കങ്ങ് പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജിലെ ആ ഗോവിന്ദ് വിഷ്ണുവിനെയാണ് ഓർമ്മ വന്നത് എന്നുള്ളതാണ്. ഒരു സിനിമാ ഭ്രാന്തിൽ നിന്ന് ഈ തലത്തിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു ലോങ് ജേണി ആയിരുന്നോ വിഷ്ണുവിനോ? തീർച്ചയായിട്ടും. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2012 തൊട്ട് ഈ ടൈം വരെ, ആ ടൈമിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സിനിമ തന്നെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 2016 കൊച്ചിയിലേക്ക് സിനിമ എടുക്കണമെന്ന ആഗ്രഹമായിട്ട് ആദ്യമായിട്ട് എത്തുന്നത്. ശരിക്കും ഫസ്റ്റ് ടൈം കൊച്ചിയിൽ വരുമ്പോൾ ഞാനും എൻ്റെ ഇതിൻ്റെ തിരക്കഥാകൃത്ത് ദീപുവും കൂടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ ചെറിയ വർക്ക്സ് എടുത്ത് ചെയ്ത് തുടങ്ങി. കൊച്ചിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി, അസോസിയേറ്റായി. അങ്ങനെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 8 വർഷത്തോളം ഈ സിനിമ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്. സോ അതിൻ്റെതാണ് ദാവീദിൽ കണ്ട ഗുണവും. കാരണം ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവ സമ്പത്ത് ആദ്യ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റി. ചെറുതായാലും ചെറിയ വർക്കായാലും വലിയ വർക്കായാലും അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ജേണിയിലും ഭയങ്കര ജേണി സ്ട്രഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ചോയ്സാണ്. സിനിമ എടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ എടുക്കുന്ന സ്ട്രഗിളിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയുന്നതിലൊരു ഇതില്ല, കാരണം നമ്മൾ ആ ചോയ്സ് എടുത്തിട്ട് വന്നവരാണ്. പക്ഷേ അതിൻ്റെ ആ സ്ട്രഗിളിൻ്റെ പേ ഓഫ് ദാവീദിൽ നിന്ന് നമുക്ക് കിട്ടി, പ്രേക്ഷകരിൽ നിന്ന് കിട്ടി. ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു, ദാവീദിനെതിരെ കുറേ ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ട്, ഓൺലൈനിൽ വലിയ പോസ്റ്റുകളൊന്നും കാണുന്നില്ല, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ദാവീദിന് അതൊന്നും അല്ല കിട്ടിയത്. ദാവീദിന് കിട്ടിയത് ജനങ്ങളുടെ സപ്പോർട്ടാണ്. കാരണം വേർഡ് ഓഫ് മൗത്തിൻ്റെ പവർ എന്താണെന്ന് എനിക്ക് ഈ സിനിമ ത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. കണ്ടിറങ്ങിയ ഒരാൾ അടുത്ത ആളോട് പറയുകയാണ് സിനിമ അടിപൊളിയാണ്, പോയി കാണണം എന്ന്. അങ്ങനെയാണ് ഈ സിനിമ ഇത്രയും ക്രൗഡിലേക്ക് വന്നത്. കാരണം ഈ തിങ്കളാഴ്ച ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, സിനിമയിൽ
തിങ്കളാഴ്ചത്തെ കളക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മുന്നോട്ടുള്ള സിനിമയുടെ എക്കണോമിക്സ് തിങ്കളാഴ്ചത്തെ കളക്ഷനെ ബാധിക്കും. അപ്പോൾ ദാവീദിന് തിങ്കളാഴ്ച കളക്ഷനിലൊരു ഡിപ്പ് വന്നില്ല, വളരെ സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രേക്ഷകൻ ഏറ്റെടുത്തു, അത് ഭയങ്കര സന്തോഷമായി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞങ്ങളെടുത്ത സ്ട്രഗിള് പേ ഓഫ്ഡായി. ഗോവിന്ദ് പറഞ്ഞ കാര്യത്തിൽ ഈ ആൻ്റണിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് അനുഭവിക്കുന്നവരാണ്. മലയാള സിനിമയിൽ ഒട്ടുമിക്ക ആളുകൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അതിനെ തള്ളാൻ ഒരു സംഘം, അതിനെ എങ്ങനെയെങ്കിലും കൊന്നു കൊലവിളിക്കണമെന്ന് കരുതുന്ന വേറൊരു സംഘം, ഇതിനിടയിൽപ്പെട്ട് സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കാണണോ വേണ്ടിയോ എന്ന് തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്ന കുറേ പ്രേക്ഷകർ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോയി കാണുക, എന്നിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തുക എന്നൊരു മിനിമം ചിന്ത പല പ്രേക്ഷകരും കാണിക്കുന്നില്ലാണ് സാധ്യത. ഇപ്പോൾ ഇന്ന് തന്നെ വന്ന ദാവീദിൻ്റെ ക്വിൻ്റൽ പഞ്ചിൽ ബ്രോയുടെ കിളി പറന്നു എന്നൊരു പോസ്റ്റർ, അത് വ്യാജമായ പോസ്റ്ററാണെന്ന് നിങ്ങൾ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ അടുത്ത കാലം നമുക്കറിയാം ആസിഫായാലും ഉണ്ണി മുകുന്ദൻ, നിങ്ങളെല്ലാം ടൊവിനൊക്കെ ഈ യൂത്ത് പരസ്പരം അവരുടെ സിനിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി പ്രൊമോട്ട് ചെയ്യുന്നു, അതിൻ്റെ പോസ്റ്ററുകളൊക്കെ. പക്ഷേ അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം നിങ്ങൾ സിനിമയിലുള്ളവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ തുരങ്കം വയ്ക്കാൻ ആരാണ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല, നമുക്ക് പേര് പറഞ്ഞ ഒരാളെ കുറ്റപ്പെടുത്താനും അറിയില്ല. പക്ഷേ ആ സോഷ്യൽ മീഡിയയിലെ കുറേ ആളുകൾ അതിനൊക്കെ തുരങ്കം വയ്ക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു വേദന ഉണ്ടാക്കുന്ന കൂടിയായിരിക്കും അല്ലേ ആൻ്റണിയും? രണ്ടുപേർക്ക് അതിന് ഉത്തരം പറയാം. ഉറപ്പായിട്ടും ഭയങ്കര വിഷമമായി. കാരണം രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് അയച്ചു തന്നത് ഈ സംഭവം, ഇപ്പം ഈ പറഞ്ഞ കമൻറ്റ് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മളാണെങ്കിൽ ഒരാൾക്ക് മോശം വരണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പോൾ നമ്മുടെ കൂടെ എത്ര സിനിമ ഇറങ്ങിയാലും ആ സിനിമകളൊക്കെ വിജയിക്കണമെന്ന് മനസ്സിലാഗ്രഹിക്കണം. കാരണം നമുക്കറിയാം ഒരു പടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന് ഓരോരുത്തർ പൈസ മുടക്കുന്നതും മെൻ്റലി ഫിസിക്കലി അവരെടുക്കുന്ന എഫേർട്ടൊക്കെ എന്താണെന്നുള്ളത്, അതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന എല്ലാ സിനിമകളെയും കൈ പിടിച്ച് കയറ്റാന്നുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ആളുകൾ എന്താണ് അവർക്ക് എന്ത് സുഖമാണ് അല്ലെങ്കിൽ എന്ത് സന്തോഷമാണ് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ മറ്റൊരു സിനിമേനെ അടിച്ചു താത്തിയിട്ട് നമ്മൾ വിജയം പിടിച്ചെടുത്തു എന്നുള്ളൊരു ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ ഇത് വിശ്വസിച്ച് അതിന് നമുക്കെതിരെ കുറേ ആൾക്കാർ അത് അവർക്ക് അതുകൊണ്ട് എന്ത് സന്തോഷം കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഈസി ആയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. നല്ല സിനിമയാണെങ്കിൽ അത് വിജയിക്കുകയും ചെയ്യും. എന്തൊക്കെ മോശം കാര്യങ്ങൾ നമുക്കെതിരെ കാണിച്ചാലും അത് അതിജീവിക്കുക തന്നെ ചെയ്യും. അതിലാണ് ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. അല്ല, അത് ആന്റണി ഇപ്പോൾ പല സിനിമകളിൽ വന്നുകൊണ്ട് ആന്റണിക്ക് കുറച്ചും കൂടെ ആത്മവിശ്വാസം ഉണ്ടാവും. വിഷ്ണു അല്ലേ, ആദ്യ സിനിമയിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു എന്താ ഒരു വല്ലാത്തൊരു പതർച്ച ഉണ്ടായിപ്പോയോ എപ്പോഴെങ്കിലും? ഞങ്ങളുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് പനോരമയാണ്, അജയ് ദേവഗൻ്റെ പനോരമ ഫിലിംസ് ആണ്. അപ്പോൾ അവരാണ് എനിക്ക് രാവിലെ എടുത്ത് അത് അയച്ചു തന്നത്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്ററിൽ ഇത് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ആക്ച്വലി ഞാൻ ആലോചിച്ചിരുന്നു. കാരണം എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് ഞാൻ മറ്റൊരു പ്രൊഡക്റ്റിനെ മോശമാക്കിക്കൊണ്ട് അല്ല പറയേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ള ആളാണ് ഞാൻ. എൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. നിങ്ങൾക്ക് സിനിമ കാണാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ 14-ാം തീയതി മുതൽ ദാവീദ് തിയേറ്ററുകളിലുണ്ട്. അതൊരു മികച്ച സിനിമയാണെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ മുന്നിലേക്ക് വെച്ചത്. ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ സിനിമ വന്ന് കാണുന്നുമുണ്ട്. അപ്പം ശരിക്കും ഞാൻ ദാവീദ് കോ റിട്ടേൺ ആണ് ചെയ്തിരിക്കുന്നത്, സംവിധാനവും ചെയ്തിരിക്കുന്നു. ആ വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ്, ഈ എഴുതിയവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ദാവീദ് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം ദാവീദ് മുന്നോട്ട് വെക്കുന്ന ആശയം എങ്ങനെയാണ് നിങ്ങൾ ജയപരാജയങ്ങളെ അല്ലെങ്കിൽ നമ്പർ 1 എന്നുള്ളതിനെയൊക്കെ ടാക്കിൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ദാവീദ് മുന്നോട്ട് വെക്കുന്നത്. കാരണം ഒരു ഞങ്ങളുടെ പ്രൊഡ്യൂസർ സെഞ്ച്വറി എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്കും ഈ കഥ സെലക്ട് ചെയ്യാനും ഇഷ്ടപ്പെടാനും കാരണം ഒരു ആക്ഷൻ സിനിമയിലുപരി ഈ ചിത്രം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശവും ആശയവും കൂടെയുണ്ട്. എങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ആകാം എന്നുള്ളത്, നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ ട്രാൻസ്ഫോം ആകാം എന്നുള്ളത്. ഇപ്പോൾ ഇടിപ്പടം എന്ന് പറയുമ്പോൾ നായകൻ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ പോരാടുന്നത് അയാളുടെ ഇന്നർ ഡെമൻസുമായിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ശരിക്കും ആൻ്റണിയോട് ഏറ്റവും ബഹുമാനം തോന്നിയൊരു മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രസ് മീറ്റ് ഞങ്ങൾ വിളിച്ചു കൂട്ടി ഞങ്ങൾ കൊണ്ടുവന്ന ആ പ്രസ് മീറ്റിൽ ആൻ്റണി
ആ പ്രസ്സിനോട് ആദ്യം പറഞ്ഞത് ഞങ്ങളോടൊപ്പം 2 സിനിമകളൂടെ റിലീസാവുന്നുണ്ട്, ജനങ്ങൾ അതും കാണണം എന്നാണ്. അങ്ങനെ പറഞ്ഞൊരു നായകൻ എനിക്ക് ശരിക്കും ഭയങ്കര ബഹുമാനം തോന്നി അയാളോട്. അപ്പം അങ്ങനെ പറഞ്ഞൊരു നായകൻ്റെ സിനിമേനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായും ചിരിക്കുന്നവരെല്ലാം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ സിനിമയിലും അല്ലെങ്കിൽ സിനിമ എന്ന് മാത്രമല്ല ലോകത്തെ എല്ലാ മേഖലകളിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ നന്മയെ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. കോമ്പറ്റീഷൻ വരുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി. പറഞ്ഞോളൂ. അല്ല ഇതിൽ ആക്ച്വലി പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ആക്ച്വലി ഒരു കമന്റ് താഴെ എടുത്ത് നോക്കി. അതായത് ആ കമന്റിൽ എഴുതിയിരിക്കുകയാണ് നന്മമരമായ വില്ലന്ന്. അതെനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അല്ലെങ്കിൽ ഗുഡിനെ പോർട്രേറ്റ് ചെയ്യുന്നത് അത്ര മോശം കാര്യമായിട്ടാണോ ആളുകൾ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയാണോ? ഇപ്പം നമ്മളൊരാൾ നല്ലത് ചെയ്തത് നല്ലത് കാണിച്ചാൽ അതിനെ ഭയങ്കര മോശമായിട്ടാണോ എടുക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്ക് അത് ഭയങ്കര ചീത്ത കാര്യങ്ങളെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ മൊത്തം സോഷ്യൽ സെറ്റപ്പ് മാറിയതിന്റെ ഭാഗമാണ്. പക്ഷെ നല്ലത് കാണിച്ചാൽ അത് നന്മമരം എന്ന് പറഞ്ഞ് എഴുത്തുന്നതിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വാസ്തുവാണ്. അതായിരിക്കും. അല്ല, ഇത് പറഞ്ഞ എനിക്ക് മനസ്സിലായി. കാര്യം എന്താണെന്ന് വെച്ചാലേ, ഞാൻ പടം വെള്ളിയാഴ്ച തൊട്ട് ഞാൻ പോസ്റ്റ് ഇട്ട്, ജയിച്ചാശാനെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട്, അച്ഛൻ്റെയും മകളുടെയും സ്നേഹബന്ധത്തെക്കുറിച്ച് പോസ്റ്റ് ഇട്ട്, ഈ കുടുംബം ഒരു ഫാമിലി ചിത്രം, കുടുംബങ്ങൾ ഒഴുകിയെത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റർ ഇട്ട്, ഈ പോസ്റ്റർ ഒന്നും എവിടെയും ട്രെൻഡിങ് ആയില്ല. ആരോ ഇട്ട് ഏതോ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോസ്റ്റർ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മുംബൈയിലുള്ള പ്രൊഡ്യൂസർ നമുക്ക് അയച്ചു തരികയാണ്. നമ്മൾ വാർത്ത വായിക്കുന്ന നല്ല കണ്ടന്റ് ഞങ്ങൾ വായിച്ചാലും ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും മോശം കാര്യം വാർത്തയായി പറഞ്ഞാലും അതാണ് ആഘോഷിക്കപ്പെടുക. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേന് കള്ളം ഓട്ടോ പിടിച്ച് വരുമെന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. എല്ലാ നാട്ടിലും അതെ. തീർച്ചയായിട്ടും. അപ്പോൾ കുറേ കാര്യങ്ങൾ ഭയങ്കര വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. ശരിക്കും എന്നെ സംബന്ധിച്ച് ഒരു കൗതുകമുള്ള കാര്യം ആ ഒരു കുട്ടീനെ കുറിച്ചാണ്. അപ്പോൾ അച്ഛനുണ്ട്, ഒപ്പം തന്നെ സംവിധായകനുണ്ട്. ജസ് കുക്കുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കുറേ ആക്ഷനൊക്കെ കാണിച്ചിട്ട് നീ തീർന്നറാന്നൊക്കെ പറയുന്നതെല്ലാം പഞ്ച് ഡയലോഗ് അടിച്ച് ആളും വൈറലായിക്കൊടുക്കും. ഇപ്പോൾ വിഷ്ണു ആയാലും പെപ്പെ ആണെങ്കിലും ആർക്കും പറയാം എങ്ങനെയൊന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയ. സിനിമയിലൊക്കെ നല്ല പവർഫുൾ ഡയലോഗൊക്കെയാണ് പുള്ളിക്കാർക്ക്. സിനിമ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ടീസറിലും കാണാൻ പറ്റും. അതൊക്കെ അത്രയ്ക്ക് പവർഫുൾ ആണോ ആളോ? അതായത് എൻ്റെ മോളായിട്ട് അഭിനയിച്ച ജസ്, എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്തേക്കണത് അതാണ്. ഭയങ്കര നൈസായിട്ട് പെർഫോം ചെയ്തത് ആ കുട്ടിയാണ്. അതിപ്പോൾ ഏത് ഓഡിയനാണെങ്കിലും, ഫാമിലി ഓഡിയനാണെങ്കിലും യൂത്തിനാണെങ്കിലും കൊച്ചിൻ്റെ പെർഫോമൻസ് ഭയങ്കര ക്യാച്ചിയാണ്. പുള്ളിക്കാരി ഇമോഷനൊക്കെ ഹാൻഡിൽ ചെയ്തതും വളരെ രസമായിട്ടാണ്, വളരെ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടാണ് പുള്ളിക്കാരി എല്ലാം ഹാൻഡിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അച്ഛനും മോളും തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ശരിക്കും ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ കുട്ടി അത്രയും മനോഹരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമ കഴിഞ്ഞിട്ട് എടുത്തു പറഞ്ഞത്, അതിൽ റഹീം സഖാവിൻ്റെ പോസ്റ്റിൽ പോലും മെൻഷൻ ചെയ്തത്, മാലാപാർവതി ചേച്ചി മെൻഷൻ ചെയ്തതും ജസ് കുക്കുവിനെയാണ്. കാരണം 8 വയസ്സെന്തോ ഉള്ളൂ അവൾക്ക്. അവൾ എന്ത് മനോഹരമായിട്ടാണ് സിനിമയിൽ അഭിനയിച്ചത്. കാരണം നമ്മൾ ചില റിവ്യൂസൊക്കെ പണ്ടത്തെ ഇപ്പം സോ കോൾഡ് ആക്ഷൻ സിനിമകളിൽ ഒരു റിവ്യൂ വരാറുണ്ട്. ഇന്ന നായകൻ സിനിമേനെ ഷോൾഡറിലെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിവ്യൂ വരാറുണ്ട്. അതുപോലെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ചത് ആ ജസ് കുക്കു എന്ന് പറയുന്ന കുട്ടി ഈ ശരിക്കും ദാവീദിനെ അവൾ ഷോൾഡറിൽ എടുത്തിട്ടുണ്ട്. ആ അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് സിനിമയിൽ വർക്കായത് അവളുടെ ഭാഗത്തു നിന്ന് അവളെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തതുകൊണ്ടാണ്. തിരിച്ചു ശരി. അപ്പോൾ എന്തായാലും നമുക്ക് സമയമല്ലേ അവസാനിപ്പിക്കാനുള്ള. ആന്റണി വളരെ പാവത്താനായിട്ടിരിക്കുന്നു. ദാവീദിന്റെ ഒരു ഹാങ് ഓവർ മാറ്റാനാണെന്ന് തോന്നുന്നു. ആന്റണി വളരെ സാധുവായിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് അടുത്ത സിനിമയ്ക്ക് വേണ്ടി മാനസികമായി ഒരുക്കുന്നതാണോ എന്നറിയില്ല. സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ ഫയർ. ഞാൻ തുടക്കം മുതൽ ശ്രദ്ധിക്കുന്നു. ആന്റണി വളരെ ഈ ഒരു ആന്റണിനെ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് കൂടിയാണ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്.
ഞാൻ ഒരിക്കലും ഒരു പ്രശ്നക്കാരനല്ല, നിങ്ങളെല്ലാവരും പ്രശ്നക്കാരനായിട്ട് കാണരുത്. ഞാൻ വെറും ഒരു പാവമാണ്. ശരി ശരി. അപ്പോൾ പറഞ്ഞ പോലെ ആ സിനിമയിൽ ഇന്ന് ജീവിതത്തിലേക്ക് പകർത്തി കിട്ടിയ ആ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണമൊക്കെ അതേപോലെ നിലനിർത്താൻ കഴിയട്ടെ. ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടിയൊക്കെ രണ്ടുപേരും പെട്ടെന്ന് സജ്ജരാവുക. ഈ നെഗറ്റീവുകളൊക്കെ അത് ഒരു വഴിക്ക് പോട്ടെ, നിങ്ങളതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളെടുത്ത് എന്താ പറയുക നെഞ്ചു പിരിച്ച് മുന്നോട്ട് പോകും. എല്ലാവിധ ദാവീദിനെ പ്രേക്ഷകർ മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു. രണ്ടുപേർക്കും നന്ദി. അപ്പോൾ ശരി, കാണാം. താങ്ക് യു.